ഞാൻ രവി, എനിക്ക് സൗപർണികയെ ഒന്ന് കാണണം, രവി പറഞ്ഞു. എന്താ കാര്യം? ആദി ചോദിച്ചു. എൻ്റെ ഭാര്യ താമസിക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്താ കാര്യം? അവളെ വിളിക്ക്, എനിക്ക് അവളെയാണ് കാണേണ്ടത്, രവി ചൂടായി. ഞാൻ ആരാണെന്ന് അറിയാൻ നീ കുറേ അന്വേഷിച്ചു എന്ന് അറിയാം. ഞാൻ ആരാണെന്ന് അറിയാൻ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? ആദി ചോദിച്ചു. എന്നാൽ പറയാം, ഞാൻ ആദിത്യ കൺസ്ട്രക്ഷൻ കമ്പനി എൻ്റെയാണ്. പിന്നെ നീ അറിയേണ്ട ഒരു വിശേഷം കൂടിയുണ്ട്. പാറുവിനെ, അതായത് നീ കല്യാണം കഴിച്ച സൗപർണികയെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാനാണ്. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ആദി വിരലിലെ മോതിരം ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു. പാറു എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയുമായി എങ്ങനെ നീ നിശ്ചയം നടത്തും? അവളെ വിളിക്ക്, എനിക്ക് അവളെ കാണണം. രവിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ കല്യാണം നടന്നു എന്നുള്ളതിന് എന്താ തെളിവ്? ആദി ചോദിച്ചു. ഇതാ, ഇവർ സാക്ഷികളാണ്, രവി തൻ്റെ കൂട്ടുകാരെ ചൂണ്ടി പറഞ്ഞു. സാക്ഷി പറയാൻ ഇപ്പോൾ ആർക്കും പറ്റും. നീ തെളിവ് കാണിക്ക്, ആദി കൂളായി പറഞ്ഞു. എൻ്റെ ഭാര്യയെ ഇങ്ങോട്ട് ഇറക്കി വിടടോ ആദ്യം, രവി ആദിയെ വാതിൽക്കൽ നിന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ആദി രവിയെ കൈ പിന്നിലേക്ക് കത്രിക പൂട്ടിയിട്ട് നിർത്തി. എന്നിട്ട് പറഞ്ഞു. അവൾ ഇവിടെയില്ല, മൂർത്തി സാർ അവളെ മകളായി ദത്തെടുത്തു. അവൾ ഇന്നലെ മുതൽ മൂർത്തി സാറിൻ്റെ വീട്ടിലാണ് താമസം, ആദി പറഞ്ഞു. രവിക്ക് കൈ നല്ലോണം വേദന എടുക്കുന്നുണ്ടായിരുന്നു. അവൻ കുതിരാൻ നോക്കി, ഒരു ഫലവും ഉണ്ടായില്ല. കൂടുതൽ വേദന എടുത്തത് മിച്ചം. രവിയുടെ സുഹൃത്തുക്കൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു. ആകാശ് അപ്പോഴേക്കും അകത്തു പോയി മൂർത്തിയെ വിവരം അറിയിച്ചിരുന്നു. 10 മിനിറ്റിനുള്ളിൽ പോലീസ് ജീപ്പ് സ്ഥലത്തെത്തി. രവിയുടെ കൂട്ടുകാർ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും രക്ഷയുണ്ടായില്ല. അവരെ പോലീസുകാർ ഓടിച്ചിട്ട് പിടിച്ചു വിലങ്ങുവെച്ച് ജീപ്പിൽ കയറ്റി. രവിയെയും കയറ്റി പോലീസ് സ്ഥലം വിട്ടു. സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ ചോദ്യം ചെയ്തു. രവി ആദ്യമൊന്നും വിട്ടു പറഞ്ഞില്ല. SIയും കോൺസ്റ്റബിൾസും പാട് വീഴാത്ത വിധം ശരിക്കൊന്ന് പെരുമാറിയപ്പോൾ ആദ്യം രവിയും രവിയുടെ കൂട്ടുകാരും പിന്നെ രവിയും എല്ലാം തുറന്നു പറഞ്ഞു. അതോടെ വിവാഹ തട്ടിപ്പിന് രവിയുടെ പേരിൽ കേസും എടുത്തു. കൂട്ടുനിന്നതിന് രവിയുടെ കൂട്ടുകാരെയും ഗൂഢാലോചനയ്ക്കും മുൻകൈയെടുത്തതിനും ഗീതയെയും പ്രതി ചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. രവിയുടെ അഡ്രസ് വാങ്ങി ഗീതയെ തിരഞ്ഞ് പോലീസ് രവിയുടെ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് മുതൽ പാറു ഓഫീസിൽ പോകാൻ തീരുമാനിച്ചു. അതിന് മുൻപ് മൂർത്തിയും യമുനയും പാറുവിനെയും ആകാശിനെയും ആദിയെയും കൂട്ടി പാറുവിന് ഡ്രസ്സ് എടുക്കാൻ പോയി. അവൾ ഇനി മുതൽ പഴയ പാറുവല്ല, വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപയാണ്. അതിന് ഒഫീഷ്യൽ ഡ്രസ്സായി സ്യൂട്ട് തന്നെ വേണമെന്ന് മൂർത്തിക്ക് വാശിയായിരുന്നു. ഫോർമൽ ഡ്രസ് മതിയെന്ന് പാറു പറഞ്ഞുവെങ്കിലും മൂർത്തി കേട്ടില്ല. അങ്ങനെ അവൾക്ക് വില കൂടിയ എക്സിക്യൂട്ടീവ് ടൈപ്പ് ഡ്രസ്സ് തന്നെ എടുത്തു, അതും പല കളറിലുള്ളത്. മൂർത്തി ഒരു ബ്ലാക്ക് സ്യൂട്ട് അവളുടെ കയ്യിൽ കൊടുത്തു. ട്രയൽ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. കറക്റ്റ് സൈസാണ് എടുത്തത്. അവൾക്ക് ചമ്മലുണ്ടായിരുന്നു. ലേഡീസ് ടൈപ്പ് വൈറ്റ് ഫുൾ കൈ ഷർട്ടും അധികം ടൈറ്റല്ലാത്ത ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് ബ്ലേസറും ഇട്ട് പുറത്തിറങ്ങിയ അവളെ കണ്ടു എല്ലാവരും കണ്ണുമിഴിച്ചു നിന്നു. എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് എത്തിയിരുന്നു അവൾ. എനിക്കിതൊന്നും വേണ്ട, ഇതിട്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു, അവൾ ചിണുങ്ങിക്കൊണ്ട് മൂർത്തിയോട് പറഞ്ഞു. വേണം, ഞാനാ തീരുമാനിക്കുന്നത്, നിൻ്റെ അച്ഛൻ, മൂർത്തി കർക്കശ സ്വരത്തിൽ പറഞ്ഞു. അങ്ങനെ പല നിറത്തിലുള്ള സ്യൂട്ട് എടുത്തു അവർ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് പോയി. പാറുവാണ് എല്ലാവർക്കും ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തത്. ലേഡീസ് സെക്ഷനിൽ നിന്ന് യമുനയ്ക്കും ഡ്രസ്സ് എടുത്തു. അവളെടുത്ത ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ പെങ്ങൾക്ക് അല്ലെങ്കിലും നല്ല ഡ്രസ്സിങ് സെൻസാണ്. എന്നെപ്പോലെ നല്ലൊരു ആങ്ങളെയും അവൾ സെലക്ട് ചെയ്തില്ലേ? ആകാശ് സ്വയം പൊക്കി പറഞ്ഞു. അല്ലാതെ ആങ്ങളെയാണെന്നും പറഞ്ഞ് സ്വയം ഇടിച്ചു കയറി വന്നതല്ല, ആദി പറഞ്ഞു. ആകാശ് ചമ്മിപ്പോയി. മൂർത്തി പൊട്ടിച്ചിരിച്ചു. യമുനയും ചിരിച്ചു. പാറുവിന് ചിരിക്കണോ വേണ്ടയോ എന്നറിയില്ലായിരുന്നു. നീയും ചിരിക്കടി, നിൻ്റെ ആങ്ങളയായ എന്നെ തല്ലണം ആദ്യം. ആകാശ് മുഖം വെട്ടിച്ചു. ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ലല്ലോ. പാറു ആകാശിൻ്റെ കയ്യിൽ പിടിച്ചു. അല്ലെങ്കിലും ഈ കൂട്ടത്തിൽ നിനക്ക് മാത്രമേ ഉള്ളൂ നല്ല സ്വഭാവം. എവിടെ എങ്ങനെ പെരുമാറണമെന്ന് നിനക്കറിയാം. ഇവളെ കണ്ട് പഠിക്കുക എല്ലാവരും. മുഖം വീർപ്പിച്ചുകൊണ്ട് ആകാശ് മുന്നിൽ പുറത്തേക്ക് പോയി. പിന്നാലെ ബില്ല് പേ ചെയ്ത് എല്ലാവരും പുറത്തിറങ്ങി. ബോഡിഗാർഡ് ഉണ്ടായിരുന്നു അവർക്കൊപ്പം. അവർ പരിസരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു.
പാറുവിന് ഡോർ തുറന്നു കൊടുത്തത് അവരാണ്. പിന്നാലെ യമുനയും കയറി. മൂർത്തി മുന്നിൽ കയറി. എല്ലാവരും കാറിൽ വീട്ടിലേക്ക് തിരിച്ചു. രവിയുടെ വീട്ടിലെത്തിയ പോലീസ് വീടും ചുറ്റുപാടും കണ്ട് അമ്പരന്നു. അപ്പോൾ നല്ല നിലയിൽ കഴിയുന്ന ആളാണ്. പിന്നെ എന്തിനാ ഇയാൾ വിവാഹ തട്ടിപ്പിനിറങ്ങിയത്? പോലീസുകാർ പരസ്പരം നോക്കി. കോളിംഗ് ബെൽ അടിച്ചു. അവർ കാത്തുനിന്നു. SIക്ക് ക്ഷമ കിട്ടിയിരുന്നു. ഗീത സാവധാനം വന്നു വാതിൽ തുറന്നു. പുറത്ത് പോലീസുകാരെ കണ്ട് അവൾ അമ്പരന്നു. എന്താ സാറേ? അവൾ ചോദിച്ചു. നിങ്ങളാണോ ഗീത? SI ചോദിച്ചു. അതെ സാർ, അവൾ വിനയത്തോടെ പറഞ്ഞു. വാ, നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. എന്തിനാ സാർ? രവിയേട്ടൻ എന്തെങ്കിലും? അവൾ ചോദ്യം പൂർത്തിയാക്കിയില്ല. കാര്യം അറിഞ്ഞാലേ താൻ വരൂ, SI ചൂടായി. വനിതാ പോലീസ് ഗീതയെ പിടിച്ചിറക്കി. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് രവി പറഞ്ഞറിയാം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് വനിതാ PC അവളെ ഇറക്കിയത്. ഞാൻ കുറ്റമൊന്നും ചെയ്തില്ല. പിന്നെ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്? ഗീത കരഞ്ഞു. നിങ്ങളുടെ ഭർത്താവിനെ വിവാഹ തട്ടിപ്പിന് അറസ്റ്റ് ചെയ്തു. ഗൂഢാലോചനയ്ക്ക് നിങ്ങളെയും അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. കൂട്ടു നിന്നവരെയും ഞങ്ങൾ പൊക്കി, SI പറഞ്ഞു. അയ്യോ സാറേ, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആൾ തെറ്റിയതാ, ഗീത വെപ്രാളത്തോടെ പറഞ്ഞു. ഞങ്ങൾക്ക് ആൾ തെറ്റിയിട്ടൊന്നുമില്ല. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ വന്നത്, SI പറഞ്ഞു. സത്യമായും നിങ്ങൾക്ക് ആൾ തെറ്റിയതാ. ഞങ്ങൾ നല്ല അന്തസ്സുള്ളവരാ. വിവാഹ തട്ടിപ്പിന് കൂട്ടു നിന്നിട്ടില്ല, ഇനി നിൽക്കുകയുമില്ല, ഗീത പറഞ്ഞു. മറന്നു പോയതാ അല്ലേ? പാവങ്ങൾ. എന്നാൽ ഞാൻ ഓർമ്മിപ്പിക്കാം ഈ അന്തസ്സുള്ളവരെ. SI ഒരു ചുവട് മുന്നോട്ട് വെച്ചു. മിസ്സിസ് ഗീത ഒരു സൗപർണികയെ അറിയോ? SI ചോദിച്ചു. ഗീത ഇരുട്ടടി കിട്ടിയ പോലെ നിന്നുപോയി. അപ്പോൾ അറിയാമല്ലേ? അവളുടെ നിൽപ്പ് കണ്ട് SI ചോദിച്ചു. അറിയാം, ഗീത മെല്ലെ പറഞ്ഞു. ആ, അങ്ങനെ പറ. അവരെ നിങ്ങളുടെ ഭർത്താവ് കല്യാണം കഴിച്ച കാര്യം അറിയാമോ? SI അവളുടെ നേർക്ക് തല നീട്ടി. അറിയാം, ഗീത തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട് അല്ലേ? SI ചൂടായി. സാറേ, അവളെല്ലാം ഒഴിവാക്കി പോയതാ. പ്രശ്നത്തിനൊന്നും പോവില്ലെന്നും പറഞ്ഞിരുന്നു, ഗീത മെല്ലെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഭർത്താവ് കുറച്ച് ദിവസമായി ഈ സ്ത്രീയുടെ പിന്നാലെയാണ്, SI പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല, ഗീത കരഞ്ഞു. ആ, ഒക്കെ ഞാൻ അറിയിച്ചു തരാം. സ്റ്റേഷനിലെത്തട്ടെ, SI പറഞ്ഞു. ഇവരെ ജീപ്പിൽ കയറ്റ്, SI വനിതാ PCയോട് പറഞ്ഞു. അപ്പോഴേക്കും പത്മാവതി കാല് വയ്യാതെ ഇറങ്ങി വന്നു. സാർ, ഇവൾ 4 മാസം ഗർഭിണിയാണ്. അവളെ കൊണ്ടുപോകരുത്. 10 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്. സാർ മാപ്പാക്കണം. ഞാൻ സാറിൻ്റെ കാല് പിടിക്കാം. പത്മാവതി SIയുടെ നേരെ കൈകൂപ്പി. നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടോ? SI ചോദിച്ചു. അയ്യോ സാർ, എനിക്കൊന്നും അറിയില്ല, അവർ പേടിച്ചു കരഞ്ഞു. SI മൂർത്തിയെ വിളിച്ച് വിവരം പറഞ്ഞു. അറസ്റ്റ് ചെയ്യണ്ട, ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി, മൂർത്തി പറഞ്ഞു. SI അതുപോലെ ചെയ്തു തിരിച്ചുപോയി. ഗീത കുറേ നേരം സിറ്റൗട്ടിലിരുന്ന് കരഞ്ഞു. രവിയെ ഇറക്കാൻ ആരെ വിളിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. ഏതു സമയത്താ ആ കല്യാണം നടത്താൻ തോന്നിയത്? അവൾ സ്വയം ശപിച്ചു. തിങ്കളാഴ്ച രാവിലെ തന്നെ ആദിയും ആകാശും മൂർത്തിയുടെ വീട്ടിലെത്തി. പാറുവിൻ്റെ ഒപ്പം പോകാൻ. ആദിക്ക് അവളെ ഒറ്റയ്ക്ക് വിടാൻ ഒരു പേടി. അവളെ ഓഫീസിലെത്തിച്ചു അവർ തിരിച്ചു വരും. അവസാനം മൂർത്തിയും പോകാൻ തീരുമാനിച്ചു. സെക്യൂരിറ്റി ഗേറ്റ് തുറന്നിട്ടു. യമുന പാറുവിന് ഡ്രസ്സ് എടുത്തു കൊടുത്തു. പുറത്തിറങ്ങി. പാറു ആ ഡ്രസ്സിട്ടു. അവൾക്ക് പുറത്തിറങ്ങാൻ ഒരു മടി. അവസാനം യമുന അവളെ നിർബന്ധിച്ച് പുറത്തെത്തിച്ചു. ഓഫീസിൽ പോകാൻ സമയം വൈകുന്നു, യമുന ഓർമ്മിപ്പിച്ചു. പിന്നെ അവൾ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നടന്നു. പുത്തൻ ബ്ലാക്ക് ഷൂ ധരിച്ച്, ലേഡീസ് സ്യൂട്ടിൽ, ഒരു കയ്യിൽ ലാപ്ടോപ്പും മറുകൈയിൽ ഫോണും പിടിച്ച് ചമ്മലോടെ തല താഴ്ത്തി വരുന്ന പാറുവിനെ കണ്ട് ആകാശ് കൈകൊട്ടി കൊണ്ട് ചൂളമടിച്ചു. വൗ, എന്താ ഒരു വരവ്! അവൻ പാറുവിനെ അഭിനന്ദിച്ചു. എൻ്റെ മോളെ കണ്ണു വയ്ക്കല്ലേടാ, യമുന ചിരിയോടെ പറഞ്ഞു. ബ്ലാക്ക് സ്യൂട്ടിൽ ബോഡി ഗാർഡ് ഹാജരായിരുന്നു. ലേഡി ഗാർഡ് അവൾക്ക് BMW ഡോർ തുറന്നു കൊടുത്തു. പാറുവിന് പിന്നാലെ മൂർത്തിയും കയറി. ലേഡി ഗാർഡ് ഡ്രൈവിംഗ് സീറ്റ് കയറി. മറ്റു 2 ബോഡി ഗാർഡ് കയറിയ കാർ മുന്നിൽ നീങ്ങി. പിന്നാലെ പാറുവിൻ്റെ കാറും അതിനു പിന്നിൽ മറ്റു 2 ബോഡി ഗാർഡ് കയറിയ കാറും. ഏറ്റവും പിന്നിൽ ആദിയും വണ്ടിയെടുത്തു. ഒരേ വേഗതയിൽ വാഹനവ്യൂഹം ഹൈവേയിലൂടെ ഓഫീസ് ലക്ഷ്യമാക്കി ഓടി. അതൊരു വരവ് തന്നെയായിരുന്നു. ബോഡി ഗാർഡുകൾക്ക് എല്ലാവർക്കും ഇയർ പീസുകൾ ഉണ്ടായിരുന്നു. അവർക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ. വാഹനവ്യൂഹം ഓഫീസ് ഗേറ്റിലെത്തിയപ്പോൾ സെക്യൂരിറ്റി അറ്റൻഷനായി.
സല്യൂട്ടടിച്ചു. ഓഫീസിന് മുന്നിലെത്തിയ പാറുവിൻ്റെ വാഹനത്തിന് ചുറ്റും ബോഡി ഗാർഡുകൾ നിരന്നു. ലേഡി ഗാർഡ് പാറുവിന് ഡോർ തുറന്നു കൊടുത്തു. ആദ്യം മൂർത്തിയും പിന്നാലെ പാറുവും കാറിൽ നിന്നിറങ്ങി. ഗാർഡുകൾ എല്ലാവരും അലർട്ടായി നിന്നു. ആദിയും ആകാശവും കാർ സൈഡൊതുക്കി ഇറങ്ങി. കാറിൽ നിന്നിറങ്ങിയ പാറു അന്തം വിട്ടുനിന്നു. ഓഫീസിലെ സ്റ്റാഫ് എല്ലാവരും പുറത്തുണ്ടായിരുന്നു. മാനേജർ ഒരു ബൊക്കെയും പിടിച്ചു മുന്നിൽ തന്നെയുണ്ട്. ഗാർഡുകൾ എല്ലാവരും പാറുവിനും മൂർത്തിക്കും ചുറ്റിലുമായി നിരന്നു. മാനേജർക്ക് മൂർത്തി ആദ്യം തന്നെ വിവരം കൊടുത്തിരുന്നു. മാഡം, നമ്മുടെ ഓഫീസിലേക്ക് സ്വാഗതം. മാനേജർ ബൊക്കെ പാറുവിന് കൊണ്ടു പറഞ്ഞു. ലേഡി ഗാർഡ് അത് വാങ്ങി പിന്നിലേക്ക് കൊടുത്തു. അത് കൈമാറിപ്പോയി. പാറു കൈ കൂപ്പിക്കൊണ്ട് ഓഫീസിനുള്ളിലേക്ക് കയറി. മൂർത്തി അവളെ കോൺഫറൻസ് ഹാളിലേക്കാണ് കൊണ്ടുപോയത്. ഓഫീസ് സ്റ്റാഫ് എല്ലാവരും അവിടേക്ക് എത്തിച്ചേർന്നു. ആദ്യം തന്നെ പാറുവിന് സ്വാഗതം പറഞ്ഞുകൊണ്ട് മാനേജർ സംസാരിച്ചു. പിന്നെ മൂർത്തിയെ സംസാരിക്കാൻ ക്ഷണിച്ചു. മൂർത്തി മൈക്ക് ശരിയാക്കി സംസാരിച്ചു തുടങ്ങി. ഗുഡ് മോർണിംഗ് എവരിബഡി. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും, ഞാൻ എൻ്റെ സ്വന്തം മകളായി സൗപർണികയെ ദത്തെടുത്ത കാര്യം. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ CEO സ്ഥാനം എൻ്റെ മകൾ സൗപർണികയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. അവളാണ് എൻ്റെ പിൻഗാമി. എൻ്റെ കമ്പനിയും എല്ലാം ഇനി നോക്കി നടത്തുന്നത് ഇനി എൻ്റെ മകളായിരിക്കും. അതിൻ്റെ പൂർണ്ണാധികാരം ഞാൻ അവൾക്ക് നൽകി കഴിഞ്ഞു. ഇനി ഞാൻ ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ സ്ഥാനം ഒഴിഞ്ഞതായി അറിയിക്കുന്നു. കൈകൂപ്പിക്കൊണ്ട് മൂർത്തി പുറത്തിറങ്ങി. ആദിയും ആകാശവും ഉണ്ടായിരുന്നു അവിടെ. അവരുടെ കൂടെ മൂർത്തി വീട്ടിലേക്ക് പോയി. മാനേജർ പാറുവിനെ സംസാരിക്കാൻ ക്ഷണിച്ചു. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. അവൾ കൈകൂപ്പി. നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാൻ ഈ ഓഫീസിലെത്തിയത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. നമുക്ക് ഒത്തൊരുമിച്ച് സത്യസന്ധതയോടെ ഈ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്ക് ആദ്യം വേണ്ടത് പരസ്പര വിശ്വാസവും അർപ്പണബോധവും ആണ്. അത് നിങ്ങളിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. കൈകൂപ്പിക്കൊണ്ട് അവൾ പറഞ്ഞു നിർത്തി. എല്ലാവരും കൈയടിച്ചു. മാനേജർ മീറ്റിംഗ് പിരിച്ചുവിട്ടതായി അറിയിച്ചു. പാറു മുന്നിലും ബോഡി ഗാർഡുകൾ പിന്നിലുമായി CEO എന്നെഴുതിയ ക്യാബിനിലേക്ക് കയറി. അവൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തി. അവിടെ നിന്ന് നേരെ തൃശ്ശൂർ ബ്രാഞ്ചിലേക്ക് പോയി. അവിടെയും ആദ്യത്തെ പോലെ ആവർത്തിച്ചു. മലപ്പുറം ബ്രാഞ്ചിലേക്ക് പിന്നെ പോകാമെന്ന് തീരുമാനിച്ചു. ചെക്ക് ചെയ്തതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നിയ ഫയൽ അവൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് തന്നെ രവിയെയും മറ്റു 2 പേരെയും പോലീസ് പേടിപ്പിച്ചു വിട്ടിരുന്നു. ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കുകയാണെന്നാണ് അവരോട് പറഞ്ഞത്. ഇനി മിസ് സൗപർണികയെ ശല്യം ചെയ്താൽ നിങ്ങൾ ശരിക്കും വിവരമറിയും എന്നും അവരെ പേടിപ്പിച്ചു. രവിക്ക് കൂസലൊന്നുമില്ല. മറ്റു 2 പേരും ശരിക്കും പേടിച്ചിരുന്നു. ഇനി ഈ പണിക്ക് ഞങ്ങളില്ലെന്ന് അവർ രവിയോട് തുറന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ 10 ലക്ഷം തിരിച്ചു തരണം, രവി പറഞ്ഞു. നിൻ്റെ ഭാര്യയുടെ വീട്ടിലും വന്നു, പോലീസ് സ്റ്റേഷനിലും കയറി, പോലീസിൻ്റെ തല്ലും കൊണ്ട് ഇനി ഞങ്ങൾ ആ കാശ് തിരിച്ചു തരില്ല. അത് മറന്നേക്ക്, അവർ പറഞ്ഞു. രവിക്ക് പിന്നെ ഒന്നും പറയാനില്ലായിരുന്നു. വീട്ടിൽ ചെന്ന് കയറിയ രവിക്ക് ഗീതയുടെ വകയും കേട്ടു. നിങ്ങൾ എന്തിനാ അവളുടെ പിന്നാലെ നടക്കുന്നത്? അവളെല്ലാം അവസാനിപ്പിച്ചു പോയതല്ലേ. എനിക്ക് വയ്യ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങാൻ. ഗീത പൊട്ടിക്കരഞ്ഞു. നീ തന്നെയല്ലേ അവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത്? അന്ന് ഞാൻ എത്ര പറഞ്ഞതാ വേണ്ടെന്ന്, നീ കേട്ടില്ല. ഇപ്പോൾ അവളെ ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല. അവളെ എൻ്റെ ഭാര്യയാ, ഞാൻ താലി കെട്ടിയ പെണ്ണ്. അവളിപ്പോൾ കോടീശ്വരിയാ, അറിയോ? എൻ്റെ ബോസ് അവളെ ദത്തെടുത്തു മകളായിട്ട്. ഇനി ബോസിൻ്റെ സ്വത്ത് മുഴുവൻ അവൾക്കാ. അത് നീ അറിഞ്ഞോ? ഞാൻ അവളെ വിടില്ല. എനിക്ക് വേണം അവളെ. നീ എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ, രവി വീറോടെ പറഞ്ഞുകൊണ്ട് സ്റ്റെയർ കേസ് കയറി. ഗീത അവനെ തടഞ്ഞു. ഇതിനൊരു തീരുമാനമായിട്ട് പോയാൽ മതി. രവി അവളെ തട്ടിമാറ്റി സ്റ്റെപ്പ് കയറി. ഗീത പിന്നാലെ ഓടിക്കയറി രവിയെ തടഞ്ഞു. രവി വർദ്ധിച്ച കോപത്തോടെ അവളെ മുന്നിൽ നിന്ന് സൈഡിലേക്ക് പിടിച്ചു മാറ്റി കയറിപ്പോയി. ഗീതയ്ക്ക് പെട്ടെന്ന് ബാലൻസ് കിട്ടിയില്ല. അവൾ താഴേക്ക് മറിഞ്ഞു. സ്റ്റെപ്പിലൂടെ താഴേക്ക് ഉരുണ്ടു. അതു കണ്ട് പത്മാവതി ഓടി വന്നു, വയ്യാത്ത കാലും വെച്ച്. രവി, അവർ അലറി വിളിച്ചു.